നമസ്കാരം. തെലങ്കാനയിൽ തകർന്ന തുരങ്കത്തിൽ 48 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന 8 തൊഴിലാളികളെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ വിലപ്പെട്ട സമയം പാഴാക്കാതെ അതിതീവ്രമായ ശ്രമമാണ് തുടരുന്നത്. ചെളിയും വെള്ളവും രക്ഷാദൌത്യത്തിന് തടസ്സമാകുന്നതിനാൽ അവരുടെ അതിജീവന സാധ്യത കുറയുന്നതായി മന്ത്രി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രവർത്തനം ഊർജിതമാക്കുന്നത്. നാഗർകുർണൂലിലെ ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലെ 44 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ശനിയാഴ്ച രാവിലെ ചില തൊഴിലാളികൾ ചോർച്ച നന്നാക്കുന്നതിനിടെയാണ് തകർന്നു വീണത്. ഇവരിൽ ഭൂരിഭാഗവും രക്ഷപ്പെട്ടെങ്കിലും 8 പേർ കുടുങ്ങിപ്പോവുകയായിരുന്നു. 48 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇവരിൽ 4 പേർ തൊഴിലാളികളും 4 പേർ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാരുമാണെന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി കൃഷ്ണറാവു വ്യക്തമാക്കിയിരിക്കുന്നത്. കരസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെയുണ്ട്. നിലവിൽ ടണലിനുള്ളിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ദൌത്യത്തിന് നാവികസേനയും നാവികസേനയുടെ മറൈൻ കമാൻഡോസായ മാർക്കോസ് കൂടി രക്ഷാദൌത്യത്തിൽ എത്തും. കൂടാതെ നേവി കമാൻഡോകളും അവരെ സഹായിക്കാൻ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ 2023 ഉത്തരാഖണ്ഡിലെ സിൽഖാര ടണൽ ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിലെ 6 പേരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. തുരങ്കത്തിന്റെ മുഖത്തു നിന്നും കുറഞ്ഞത് 13 കിലോമീറ്റർ അകലെയാണ് തകർച്ചയുണ്ടായത്. രക്ഷാപ്രവർത്തകർ അവസാനം 100 മീറ്ററിൽ എത്തിയിട്ടുണ്ടെന്നും എന്നാൽ വെള്ളവും ചെളിയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാൽനടയാത്ര പോലും അസാധ്യമായ രീതിയിൽ തുരങ്കത്തിനുള്ളിൽ ചെളി അടിഞ്ഞു കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ സഞ്ചരിക്കാൻ അതിനുവേണ്ട ആവശ്യമായ റബ്ബർ ട്യൂബുകളും മരപ്പലകളും ഉപയോഗിക്കുന്നുണ്ട്. അതിജീവനത്തിന് സാധ്യത മങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയിലാണ്. ഒരു ശ്രമവും പാഴാക്കാനില്ല എന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള പോരാട്ടത്തിൽ കൂടുതൽ ഉപകരണങ്ങളുടെ ആവശ്യകതയും രക്ഷാപ്രവർത്തകർ എടുത്തു പറയുന്നുണ്ട്. വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തുരങ്കത്തിന്റെ ഭിത്തികളിൽ വിള്ളലുകളുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുരങ്കത്തിന്റെ തകർന്ന ഭാഗത്തെ മേൽക്കുര ഇപ്പോഴും അസ്ഥിരമായി കിടക്കുകയാണെന്നാണ് മറ്റൊരു ആശങ്ക. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേവന്ത് റെഡ്ഡിയുമായി നേരിട്ട് സംസാരിക്കുകയും എല്ലാവിധ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡിയെ വിളിച്ച് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏകോപനമായി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും കേന്ദ്രം ഓരോ നീക്കങ്ങളും ഓരോ മിനിറ്റ് വെച്ച് നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൂടുതൽ ഫോഴ്സിന്റെ ആവശ്യങ്ങളും കൂടുതൽ സഹായമുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് നൽകുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.